എത്ര കാലം നിങ്ങൾക്ക് ലവ് ജിഹാദ് ഇല്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള ആളുകളെ പൊട്ടന്മാരാക്കി നിങ്ങൾക്ക് ഇങ്ങനെ നിഷ്കളങ്കത ചമഞ്ഞിരിക്കാൻ പറ്റും? ഉസ്ബെക്കിസ്ഥാനിൽ കൊല്ലപ്പെട്ട സാവരെ എന്നുള്ള പെൺകുട്ടീനെ അബ്ദുൾ ആലം എന്ന് പറഞ്ഞ പയ്യൻ ലവ് ജിഹാദിന് വിധേയയാക്കാൻ ശ്രമിച്ചെന്നും മതം മാറാത്തതിനാലാണ് അടിച്ചതും ആ അടിച്ച് മർദ്ദിച്ചാണ് കൊലപ്പെടുത്തിയതെന്നാണ് അവിടെ ഈ മൃതശരീരം കണ്ട ബന്ധുക്കളും പെൺകുട്ടിയുടെ സുഹൃത്തുക്കളും പറയുന്നത്. ഇത് കേവലം ഒരു ലാപ്ടോപ്പ് കൊണ്ട് അടിച്ച് പെട്ടെന്നുണ്ടായ കൊലപാതകമല്ല, മതം മാറ്റാൻ ശ്രമിച്ച് എന്നിട്ട് അതിന് ഈ പെൺകുട്ടി സമ്മതിക്കാതെ വന്നപ്പോൾ അവളെ ദേഹം മൊത്തം മർദ്ദിച്ച് അങ്ങനെ കൊലപ്പെടുത്തിയതെന്നാണ് അവരെ ബന്ധുക്കൾ പറയുന്നത്. ഈ ന്യൂസ് വന്നപ്പോൾ തന്നെ കേരളത്തിലുള്ള സകല ഇസ്ലാംപെട്ട ആൾക്കാർ ഭയങ്കര ഡിഫെൻസീവ്, ഇയാളെ തെറി വിളിക്കുന്നു, ഇയാളെ ഒച്ചപ്പാടുണ്ടാക്കുന്നു, ഇയാൾക്കെതിരെ തെറി സംഖ്യ എന്ന് പറയുന്നു. അങ്ങനെ വെച്ചാൽ കംപ്ലീറ്റ് ഡിഫെൻസീവ്. ഇങ്ങനത്തെ ഒരു സാധനം ഇല്ല, ഞങ്ങൾ എന്തോ വലിയ പുണ്യാളന്മാരാണെന്നാണ് ഇവിടുത്തെ കുറെ കമന്റ് ബോക്സിലുള്ള പല മതേതരെന്ന് അവകാശപ്പെടുന്ന ചില സമാധാനക്കാർ പറയുന്നത്. കാര്യം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട ഈ കുട്ടിയുടെ അടുത്ത ബന്ധുക്കളെയാണ് ഈ കമന്റ് ബോക്സിൽ ഈ പറയുന്ന സമാധാന മതക്കാർ വന്നിട്ട് തെറി അഭിഷേകം കുറ്റം പറയാൻ ഭയങ്കര ഡിഫെൻസീവ് ആയ രീതിയിൽ നിൽക്കുക. എന്താണ് ഇതിന്റെ ആവശ്യം? ഈ ലവ് ജിഹാദിനെ പറ്റി പറയുമ്പോൾ പൊതുവേ ഇസ്ലാമുള്ള ആൾക്കാർ ഭയങ്കര ഡിഫെൻസീവോ, അതില്ല, അത് നടക്കാത്ത കാര്യം, കേസുണ്ടോ, അങ്ങനെ ഉണ്ടോ നോക്കുക. പക്ഷെ ഇതിൽ കേസുണ്ടോ എന്ന് വെച്ചാൽ കേസുകളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് തെളിയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ആ പരാതിക്കാരി എന്നെ വന്ന് പറയണം എന്നെ ഇങ്ങനെ ആക്കിയെന്നുള്ളത്. പൊതുവേ സ്ത്രീകൾ ഇങ്ങനത്തെ റിലേഷനൊക്കെ വിട്ട് കഴിഞ്ഞാൽ അവർക്ക് മതം വലിയ ഫാക്ടർ, അതിന് അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ മതി, അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാവാൻ ചാൻസ് ഉള്ളത്. പിന്നെ ഇത് പറഞ്ഞ ബന്ധുക്കളാണ് ആക്ച്വലി ഇവരെങ്ങനെ ആലോചിക്കുക. പിന്നെ ചില കേസിലൊക്കെ ഇവർ ആത്മഹത്യ അങ്ങനത്തെ പ്രശ്നങ്ങൾ കിടക്കുന്നത്. ഇതിപ്പം എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷേ നമ്മൾ സ്നേഹിക്കുന്നോ അതോ രണ്ട് മതത്തിലാവുന്നോ വലിയ പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷെ മതം മാറ്റാൻ വേണ്ടിയുള്ള ലക്ഷ്യത്തിൽ നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നു, എന്നിട്ട് നമ്മൾ അവരെ പ്രേമിക്കുന്നതിന്റെ ലക്ഷ്യം തന്നെ മതപരിവർത്തനം. ഇതാണ് ആക്ച്വലി ഇവിടുത്തെ ഒരു പ്രോബ്ലം. ഇതാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത്. ഇസ്ലാമായ ഒരു വ്യക്തി ഒരാളെ ഇസ്ലാം ആക്കാൻ വേണ്ടി പ്രണയിക്കുക, എന്നിട്ട് അയാളെ ലക്ഷ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അയാളെ ഒഴിവാക്കുക, അല്ലെങ്കിൽ അയാളെ മർദ്ദിക്കുക, അയാളെ പിന്നെ അത് അയാളെ വിഷയമല്ല. ഇന്ത്യ മൊത്തം എടുത്തു കഴിഞ്ഞാൽ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് ഇഷ്ടം പോലെ കേസുകൾ നിലവിലുണ്ട്. ഇത് ആണുങ്ങൾ പെണ്ണുങ്ങളോട് പ്രയോഗിക്കുന്നതുകൊണ്ട് പല പെണ്ണുങ്ങളും ഫാമിലിയുടെ സഹായത്തോടെ ആണുങ്ങൾ മതം മാറ്റാൻ ശ്രമിച്ചതിനും കേസുകളുണ്ട്. ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളും ഈ ലവ് ജിഹാദ് ചെയ്തതിനും ലവ് ജിഹാദ് ചെയ്യാൻ ശ്രമിച്ചതിനും ലവ് ജിഹാദ് ചെയ്ത് പല സ്ത്രീകൾ മരിച്ചു പോയതിനും ഈ പറഞ്ഞ ഇഷ്ടം പോലെ കേസുകൾ. ഇത് കേസില്ല എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ നിങ്ങൾ ഡിഫെൻഡ് ചെയ്യാൻ ഒരു കാര്യം ഇതുണ്ട്. ഇത് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളും ഉണ്ട്. ഇതൊരു ടൂളായിട്ട്, മതം മാറ്റാനുള്ള ഒരു ടൂളായിട്ട് പ്രേമത്തെ ഉപയോഗിക്കുന്ന പല ആൾക്കാരുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കുക, ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കണം, നമ്മളത് അഡ്മിറ്റ് ചെയ്യുക, എന്നിട്ട് അതിനെതിരെ ചെയ്യാതിരിക്കാനുള്ള പരിപാടി ഈ പ്രസ്തുത മതങ്ങൾ ആക്ച്വലി നോക്കണം. നിങ്ങൾ ഒരാൾ പ്രേമിക്കുമ്പോൾ മതം മാറ്റണം എന്നയാൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അയാൾ പോകാൻ പറയാം. കാരണം പ്രേമിക്കുന്ന ആൾക്ക് മതം മാറ്റേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ എങ്ങനെയാണോ ആ രീതിയിൽ അയാളോട് അക്സെപ്റ്റ് ചെയ്യാൻ പറയാം. അല്ലാതെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ മതം മാറുന്നതാണ് അവന്റെ ഉദ്ദേശം, പ്രേമല്ല, അവന്റെ പ്രയോറിറ്റി മതം മാറില്ല. അപ്പൊ അതും കൂടി മനസ്സിലാക്കുക. പിന്നെ പല സുഡാപ്പികളും പറയുന്ന ഒരു കാര്യമാണ്, ഈ അമിത്ഷാ പാർലമെന്റിൽ ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞല്ലോ പറഞ്ഞത്. അമിത്ഷാ പാർലമെന്റിൽ ലവ് ജിഹാദ് ഇല്ല എന്നല്ല പറഞ്ഞത്. അമിത്ഷാ പറഞ്ഞത് നമ്മുടെ പ്രസന്റ് നിയമസ്ഥിതി, നിലവിലുള്ള നിയമസ്ഥിതി അനുസരിച്ച് നമുക്ക് ലവ് ജിഹാദിനെതിരെ കേസ് എടുക്കാൻ പറ്റും, അങ്ങനെ ഒരു വകുപ്പില്ല. സോ നിയമസ്ഥിതികൾ മാറ്റി ലവ് ജിഹാദ് എന്ന് വെച്ചാൽ പ്രേമത്തിന്റെ പേരിൽ പ്രേമം നടിച്ച ഒരാളെ മതം മാറ്റുന്നതിന് ശിക്ഷ കൊടുക്കുന്ന വകുപ്പുകൾ നമ്മൾ നിയമത്തിൽ ഇൻക്ലൂഡ് ചെയ്ത് ലവ് ജിഹാദിന്റെ കേസുകൾ ഉണ്ടാവും. നിലവിലെ നിയമവ്യവസ്ഥയിൽ ലവ് ജിഹാദിനെതിരെ നമുക്കൊരു വകുപ്പില്ല. ഇതാണ് ആക്ച്വലി അമിത്ഷാ പാർലമെന്റ് ക്ലാരിഫൈ ചെയ്തത്. അല്ലാതെ ലവ് ജിഹാദ് ഇല്ല എന്നല്ല പറഞ്ഞത്. പല സ്റ്റേറ്റിലും അതിനുവേണ്ടി നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ട്.